എഴുതാട്ടെ മാഡം. Come on. I take it as an insult. നിങ്ങളാണ് എന്നെ ഇൻസൾട്ട് ചെയ്തത്. എന്നെ ബലാത്സംഗം ചെയ്യാനുള്ള കരുത്ത് നേടാനല്ലേ നിങ്ങൾ കുടിക്കുന്നത്? എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് നീ ഹോസ്റ്റലിൽ പോയി നിൽക്കുന്നതെന്ന് എന്റെ സ്നേഹിതന്മാർ എന്നോട് പറയുന്നു. അതും ഞാൻ സഹിക്കും. സത്യമല്ലേ അവർ പറയുന്നത്? ഞാൻ ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറുള്ള ഭാര്യയാണ്. പക്ഷെ ഒരു തെരുവ് പെണ്ണായി പെരുമാറാൻ എനിക്കാവില്ല. താൻ എന്താ എന്നോട് പോലും പറയാതെ കടന്നു കളഞ്ഞത്? സാധാരണ പിള്ളേര് ക്ലാസ് ഉള്ളപ്പോ ഹോസ്റ്റലിലും ഇല്ലാത്തപ്പോ വീട്ടിൽ പോലും ആ പതിവ്. താൻ തലതിരിഞ്ഞതാ. തനിക്ക് എന്ത് പറ്റി? ഇവിടെ നിൽക്കുമ്പോ തോന്നും വീട്ടിൽ പോണെന്ന്, വീട്ടിൽ ചെല്ലുമ്പോ എങ്ങോട്ട് പോരുന്നു. താനൊരു വിചിത്ര ജീവിയാണെന്ന് എനിക്ക് നേരത്തെ തോന്നിയതാ. സ്വപ്നം കാണുന്നവർക്ക് ഇതും ഇതിലപ്പുറവും തോന്നും. രാത്രി മുഴുവൻ ഉണർന്നിരിക്കുകയായിരുന്നു. ഉറങ്ങിയില്ലേ? എന്തെന്നാ എഴുതുന്നത്? ഒരു കഥ. കഥ എഴുതാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. ഈ ആഴ്ച അച്ചടിക്കേണ്ടതാണ്. ഞാൻ തിരികെ വരുമ്പോഴേക്കും കിട്ടണം. എന്തിനാ കോഴിക്കോട്ട് പോണത്? പോണ്ട പ്രതീക്ഷ. പോണം. എന്ന് തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല. എപ്പോ വരുന്നു പറഞ്ഞാ എഴുതി വെക്കാം. അത് പറ്റില്ല. ശരി, എഴുതാം. ഓക്കെ. പ്രദീപിന്റെ ഗവേഷണം ചെറുകഥയിലേക്ക് തിരിഞ്ഞോ? ഞാൻ ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. അവൾ മറ്റൊരാളുടെ ഭാര്യയാണ്. ആർക്കും ആരെ വേണമെങ്കിലും സ്നേഹിക്കാം. പക്ഷേ ദുരന്തം സ്വയം ഒരിക്കലാവരുത്. കുട്ടി കാണാൻ ഒരാൾ വന്ന് നിൽക്കുന്നു.
കുറച്ചു നേരമായി വന്നിട്ട്. എന്താ വിശേഷിച്ച്? ടൗണിൽ വന്നതാ. സൗകര്യപ്പെട്ടാൽ രമണയെ കാണാമെന്ന് ചന്ദ്രനോട് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയിക്കാനുണ്ടോ? ഇവിടുത്തെ വിശേഷത്തിന് ഞാൻ കത്തെഴുതാറുണ്ട്. ഇന്നും നാളെ അവധിയല്ലേ? വീട്ടിലേക്കുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം. ഞാൻ വരുന്നില്ല. രതീഷ്, ഇനി എന്റെ കാര്യം അന്വേഷിച്ച് ഇങ്ങോട്ട് വരരുത്. എനിക്കത് ഇഷ്ടമല്ല. ആശ്വാസത്തിനാണ് ഞാൻ കോളേജിലെത്തിയത്. ഹോസ്റ്റലിന്റെ വർണ്ണപ്പേട്ടാർന്ന അന്തരീക്ഷത്തിൽ ജീവിതം എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന എന്റെ ചുറ്റുപാടുമുള്ള കുട്ടികൾക്കിടയിലും ഞാൻ ഒറ്റപ്പെടുന്നു. സ്വന്തം കഥ പ്രദീപിനെ എഴുതി തന്നെ അറിയിക്കണമെന്നത് തന്റെ വാശിയായിരുന്നില്ലേ? പിന്നെന്തിനാ ഇപ്പൊ കിടന്ന് കരയുന്നത്? ഈ കഥ പ്രസിദ്ധീകരിക്കരുതെന്ന് ഞാൻ പ്രദീപിനോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മുഖം കഴി കാപ്പിടിക്കാൻ നോക്ക്. എനിക്ക് വിശപ്പില്ല. എനിക്ക് രമണി. സാർ, രമണിക്ക് അസാധാരണമായ വ്യക്തിത്വമുണ്ട്. ഒട്ടേറെ കഴിവുകളുണ്ട്. പ്രദീപിന് ആ കുട്ടിയോട് തോന്നിയ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. ഞാനിതിൽ കുറ്റപ്പെടുത്തുന്നില്ല. പ്രദീപിന്റെ ചിന്തയും ചുറ്റുപാടും സ്വതന്ത്രമായിരിക്കാം. പക്ഷെ ഒരു ഭാര്യ ഇവിടെ സ്വതന്ത്രയല്ല. ഇതെല്ലാം മുമ്പും ഞാൻ പ്രദീപിനോട് പറഞ്ഞിട്ടുള്ളതാണ്.